ഹലോ എവ്രിവൺ, എല്ലാവർക്കും നമസ്കാരം. കടുപ്പത്തിൽ ഒരു കഥ എന്ന നമ്മുടെ ചാനലിൽ കഥ കേൾക്കാൻ എത്തുന്ന എല്ലാവർക്കും സ്വാഗതം. നമ്മുടെ ഈ പ്രതിവാര പരിപാടിയുടെ 3ാമത്തെ സീസണാണ്. സാധാരണയിൽ നിന്ന് അല്പം വ്യത്യസ്തമായ ഒരു സീസൺ. ഇന്ന് നമുക്ക് ഇംഗ്ലീഷിൽ നിന്ന് മലയാളത്തിലേക്ക് വിവർത്തനം ചെയ്ത ഒരു കഥ കേൾക്കാം. വളരെ പ്രശസ്തനും മികച്ച എഡിറ്ററും ബഹുമുഖ പ്രതിമയുമായ ഖുശ്വന്ത് സിംഗ് തിരഞ്ഞെടുത്ത മികച്ച ഇന്ത്യൻ ചെറുകഥകളുടെ 1ാം വൈല്യത്തിൽ സ്ഥാനം പിടിച്ച ഒരു കഥ. കഥയുടെ പേര് ഫ്ലൈറ്റ് 303. എഴുതിയിരിക്കുന്നത് സുനിൽ ചോപ്ര. ഈ കഥയുടെ രചയിതാവായ സുനിൽ ചോപ്രയുടെ പേര് അധികം കേട്ടിട്ടില്ലാത്തവരും കഥയുടെ എഡിറ്ററായ ഖുശ്വന്ത് സിംഗിനെ കുറിച്ച് കേട്ടിട്ടുണ്ടാവും. അദ്ദേഹം ഖുശ്വന്ത് സിംഗ് എഴുത്തുകാരൻ, പത്രപ്രവർത്തകൻ, പൊളിറ്റീഷ്യൻ, അങ്ങനെ പലതുമായിരുന്നു. ഓൾ ഇന്ത്യ റേഡിയോയിലും യുനെസ്കോയിലുമൊക്കെ സേവനമനുഷ്ഠിച്ച അദ്ദേഹം ഇല്ലസ്ട്രേറ്റഡ് വീക്കിലി, നാഷണൽ ഹെറാൾഡ്, ഹിന്ദുസ്ഥാൻ ടൈംസ് എന്നിവിടങ്ങളിലും പ്രവർത്തിച്ചിരുന്നു. അദ്ദേഹത്തിന്റെ ഏറ്റവും പ്രശസ്തമായ രചന 1956 എഴുതിയ ട്രെയിൻ ടു പാകിസ്ഥാനാണ്. 47 ഇന്ത്യയുടെ വിഭജനവും അതിന്റെ മുറിപ്പാടുകളും ഒക്കെ പ്രചോദിപ്പിച്ച ആ നോവൽ പിന്നീട് 98 സിനിമയാവുകയും ചെയ്തു. പത്മഭൂഷൺ, പത്മവിഭൂഷൺ എന്നിവ നൽകി രാജ്യം ആദരിച്ച ഖുശ്വന്ത് സിംഗ് 2014 തന്റെ 99ാമത്തെ വയസ്സിൽ അന്തരിച്ചു. വിവർത്തനം അഥവാ ട്രാൻസ്ലേഷൻ എന്നതിനെക്കുറിച്ച് അല്പം ഒന്ന് പറയാതെ മുന്നോട്ട് പോകുന്നത് ശരിയല്ല. കേൾക്കുന്ന പോലെ അത്ര എളുപ്പമല്ല വിവർത്തനം. എഴുത്തുകാരൻ അറിയുന്ന പല സ്വാതന്ത്ര്യവും സത്യത്തിൽ ഒരു വിവർത്തകൻ അനുഭവിക്കുന്നതേയില്ല. വെട്ടുകയോ തിരുത്തുകയോ വേണ്ടാന്ന് വെക്കുകയോ ചെയ്യാതെ എഴുത്തുകാരന്റെ രചനയുടെ അർത്ഥവും വൈകാരികതയും ഭാവവുമൊക്കെ ഒട്ടും തന്നെ ചോർന്നു പോകാതെ മറ്റൊരു ഭാഷയിലെ വായനക്കാരനിലേക്ക് എത്തിക്കുക എന്നതാണ് ഒരു ട്രാൻസ്ലേറ്റർ ചെയ്യുന്നത്. ഫ്ലൈറ്റ് 303 എന്ന കഥ മലയാളത്തിലേക്ക് മൊഴിമാറ്റം നടത്തിയിരിക്കുന്നത് എൻ്റെ മുതിർന്ന സുഹൃത്തായ ശ്രീ TNT നായരാണ്. കോവിഡ് കാലത്തിന്റെ വിരസത വളരെ പ്രയോജനപ്രദമായി പ്രൊഡക്റ്റീവായി ഉപയോഗിച്ചതിൻ്റെ ഒരു ഉദാഹരണമായി ഈ വിവർത്തനം. ഈ മനോഹരമായ തർജ്ജമ കടുപ്പത്തിലൊരു കഥയിൽ വായിക്കാൻ സന്തോഷത്തോടെ അനുവാദം തന്ന അദ്ദേഹത്തോട് നിറയെ സ്നേഹം. ഇനി നമുക്ക് എല്ലാവർക്കും ശ്രദ്ധയോടെ ഇരിക്കാം, കഥ കേൾക്കാം, ആസ്വദിക്കാം. ഫ്ലൈറ്റ് നമ്പർ 303 എഴുതിയിരിക്കുന്നത് സുനിൽ ചോപ്ര. എൻ്റെ പേര് സുനിൽ ചോപ്ര. ലണ്ടനിൽ ഞാൻ പഠിക്കാൻ പോയപ്പോൾ മുതൽ എൻ്റെ കൂട്ടുകാർ എന്നെ ചോപ്സി എന്ന് വിളിക്കാൻ തുടങ്ങി. അധികം വൈകാതെ തന്നെ എനിക്ക് കുറെ രസികന്മാരായ കൂട്ടുകാരെ കിട്ടി. ക്യാമ്പസിന് തൊട്ടുപുറത്ത് സ്വകാര്യ വസതിയിലായിരുന്നു താമസം. എൻ്റെ പരിചയക്കാരിൽ പലരും സമൂഹത്തിലെ കുസൃതിക്കൂട്ടത്തിൽ പെടുന്നവരായിരുന്നു. അതേസമയം അവരെല്ലാം ഉന്മേഷവാന്മാരുമായിരുന്നു. അതിലൊരാളായിരുന്നു എല്ലാവരും റമ്മി എന്ന് വിളിക്കുന്ന സരസനായ സുഹൃത്ത്. ഞാൻ റമ്മിയെ പരിചയപ്പെട്ടത് ലണ്ടനിലെ സോഹോ ഡിസ്ട്രിക്റ്റിലുള്ള ഒരു പബ്ബിൽ വെച്ചാണ്. പിന്നെ കാന്തത്തിൽ ഇരുമ്പ് പൊടികൾ മാതിരി ഞങ്ങൾ റമ്മിക്ക് ചുറ്റും കൂടി. ത്രസിപ്പിക്കുന്ന അനുഭവ കഥകളുടെ കടലായിരുന്നു റമ്മി. ശരിയായ ഒരു ഉലകം ചുറ്റും വാലിബൻ. ട്രാമ്പ് കപ്പലുകളിലെ സഹായിയായി പല രാജ്യങ്ങളിലെ പല തരക്കാരായ ജനങ്ങളുമായി ഇടപെടുകയും വിചിത്രവും പലപ്പോഴും അപകടകരങ്ങളായ അനുഭവങ്ങൾ നേരിടുകയും ചെയ്തിട്ടുള്ള സാഹസികൻ. അക്കൂട്ടത്തിൽ അഫ്ഗാനിസ്ഥാനിലെ കൊള്ളക്കാർ മുതൽ എത്യോപ്യയിലെ സ്വവർഗരതിക്കാർ വരെ അയാൾക്ക് ഭീഷണിയായിട്ടുണ്ട്. പക്ഷേ അവയൊക്കെ കൈകാര്യം ചെയ്യാനുള്ള മിടുക്കും ചുറുചുറുക്കും തനിക്കുണ്ട് എന്ന് എനിക്ക് ബോധ്യമായിട്ടുണ്ട്. അയാൾക്കുണ്ടെന്ന് എനിക്ക് ബോധ്യമായിട്ടുണ്ട്. 1-2 കാര്യങ്ങൾ റമ്മിയെ പറ്റി എടുത്തു പറയേണ്ടതുണ്ട്. പേര് കേട്ടിട്ട് റമ്മി ഒരു ചീട്ടുകളിക്കാരനാണെന്ന് തെറ്റിദ്ധരിക്കരുത്. തക്കം കിട്ടിയാൽ മിക്ക ദിവസവും വൈകുന്നേരങ്ങളിൽ 2-3 ലാർജെങ്കിലും റം കഴിക്കുമായിരുന്നു ഇഷ്ടം. അതുകൊണ്ടായിരിക്കണം ഞാൻ പരിചയപ്പെടുമ്പോൾ ചങ്ങാതിയെ ലണ്ടനിലെ എല്ലാ സ്നേഹിതരും റമ്മി എന്ന് വിളിച്ചു പോന്നത്. പക്ഷെ റമ്മിക്ക് മറ്റൊരു വിശിഷ്ടമായ കഴിവുണ്ടായിരുന്നു. താക്കോലില്ലാത്തത് കൊണ്ട് തുറക്കാൻ പറ്റാതെ കടും പിടുത്തം പിടിക്കുന്ന ഏത് താഴും റമ്മിയുടെ മാന്ത്രിക വിരൽ സ്പർശിച്ചാൽ വഴങ്ങും എന്ന് റമ്മി തന്റെ അഹങ്കാരത്തോടെ പറയുന്നത് കേട്ടിട്ടുണ്ട്. അധോലോക നായകന്മാർ പലരും റമ്മിയുടെ സേവനത്തിന് വേണ്ടി വൻ സാമ്പത്തിക പ്രലോഭനങ്ങൾ വാഗ്ദാനം ചെയ്തിട്ടുണ്ടത്രേ. റമ്മി പക്ഷെ റിസ്ക് എടുക്കാൻ മുതിർന്നില്ല. വളരെ അടുത്ത ചങ്ങാതിമാർക്ക് വേണ്ടി വല്ലപ്പോഴും
അയാൾ പൂട്ടു തുറന്ന് സഹായിച്ചിട്ടുണ്ട് എന്നും ഒരിക്കൽ എന്നോട് പറഞ്ഞു. എന്റെ സഹപാഠികളെക്കാളും നാട്ടുകാരായ ഇന്ത്യക്കാരെക്കാളും റമ്മിയുടെ സാഹസികതയും വൈചിത്ര്യമുള്ള അനുഭവ കഥകളും എന്നെ അയാളുടെ ആരാധകനാക്കി. റമ്മി അത്യാവശ്യങ്ങൾക്ക് വിദേശ പര്യടനത്തിലല്ലാത്തപ്പോൾ ഞങ്ങൾ തമ്മിൽ കാണാത്ത ദിവസങ്ങൾ കുറവായിരുന്നു. അങ്ങനെ ഉല്ലാസമായി നാളുകൾ കഴിഞ്ഞു. ഞാൻ എൻ്റെ പരീക്ഷകളിൽ മുടങ്ങാതെ തോറ്റുകൊണ്ടിരുന്നു. ബിസിനസ്സിൽ വീട്ടുകാരെ സഹായിക്കാൻ എന്നെ തിരിച്ചു വിളിച്ചു. ഞാൻ നാട്ടിലേക്ക് മടങ്ങുന്നതിന് മുൻപ് റമ്മി അപ്രതീക്ഷിതമായി ഇംഗ്ലണ്ടിന് പുറത്തെവിടെയോ സർക്കിട്ടിലായിരുന്നു. അതുകൊണ്ട് ചങ്ങാതിയുമായി ബന്ധപ്പെടാൻ കഴിഞ്ഞില്ല. നാട്ടിൽ വന്നു കഴിഞ്ഞ് ബിസിനസ് വെല്ലുവിളികൾ നേരിട്ടുകൊണ്ടിരുന്ന ഞാൻ പതുക്കെ ലണ്ടനിലെ എൻ്റെ കൂട്ടുകെട്ടിന് പുറത്തായി. എങ്കിലും റമ്മിയുടെ ഓർമ്മകൾ ഇടയ്ക്കിടെ മനസ്സിൽ കടന്നു വരുമായിരുന്നു. അയാളുടെ ജീവിതം എങ്ങനെയൊക്കെ ആയിരിക്കും എന്നറിയാൻ ഞാൻ ആഗ്രഹിച്ചിരുന്നു. ഇതറിയാൻ കുറച്ചു കാലം കൂടി പക്ഷേ കാത്തിരിക്കേണ്ടി വന്നു. ബിസിനസ് സംബന്ധമായി എനിക്ക് അമേരിക്കയിൽ പോകേണ്ടതായി വന്നു. ഞാൻ മടക്കയാത്രയിൽ ന്യൂയോർക്കിൽ നിന്ന് ലണ്ടനിലേക്കുള്ള എൻ്റെ ഫ്ലൈറ്റ് പ്രതീക്ഷിച്ച് കെന്നഡി എയർപോർട്ടിൽ ഇരിക്കുകയായിരുന്നു. പെട്ടെന്നാണ് എന്നെ ഞെട്ടിപ്പിക്കുന്ന കാഴ്ച ഞാൻ കണ്ടത്. റമ്മി എൻ്റെ തൊട്ടടുത്തു കൂടി പോകുന്നു. അയാളുടെ 2 കൈകളും ചേർത്ത് വിലങ്ങിട്ടിരിക്കുന്നു. മുഷിഞ്ഞു ചുളിഞ്ഞ അയാളുടെ വേഷവും തളർന്ന മുഖവും കണ്ട് ഞാൻ പകച്ചു നിന്നു. ബ്രിട്ടീഷുകാരെന്ന് തോന്നിക്കുന്ന മഫ്തി വേഷക്കാരായ 2 പോലീസുകാരുടെ അകമ്പടിയുമുണ്ട്. ഞാൻ ചാടി എഴുന്നേറ്റ് എൻ്റെ ബ്രീഫ് കേസും കയ്യിലെടുത്ത് അവരുടെ പിന്നാലെ ഓടിയെത്തി. റമ്മിയുടെ പേര് ഉറക്കെ വിളിച്ചു. അതെ, റമ്മി തന്നെ. അയാളൊന്ന് നിന്നു, തിരിഞ്ഞു നോക്കി. എന്നെ കണ്ടയുടനെ വിലങ്ങിട്ട കൈകൾ നീട്ടിപ്പിടിച്ചുകൊണ്ട് ക്ഷീണിതനായ അയാൾ എൻ്റെ അരികിൽ വന്നു. കൂടെ ബലിഷ്ഠകായന്മാരായ പോലീസുകാരും. ഞാൻ ഞെട്ടലിൽ നിന്ന് രക്ഷപ്പെടാനാകാതെ റമ്മിയോട് കാര്യം അന്വേഷിച്ചു. പോലീസുകാർ ഞങ്ങൾ തമ്മിലുള്ള മുൻ പരിചയത്തിന്റെ കാര്യങ്ങളൊക്കെ ചോദിച്ചറിഞ്ഞു. ഇതിനിടയിൽ തന്റെ അവസ്ഥ റമ്മിയും വിശദീകരിച്ചു. 2 കൊള്ളക്കാർക്ക് വേണ്ടി ഒരു ദുർബല നിമിഷത്തിൽ താൻ തന്റെ താഴു തുറക്കൽ മാജിക്ക് പ്രയോഗിച്ചതാണ് തന്നെ ഈ അവസ്ഥയിൽ എത്തിച്ചത് എന്ന് റമ്മി പറഞ്ഞു. വളരെ വിലപ്പെട്ട കുറെ പെയിന്റിങ്ങുകൾ കൊള്ളയടിക്കാൻ അത് വഴി തെളിച്ചത്രേ. തനിക്ക് വൻ പ്രതിഫലം കിട്ടി. ഇംഗ്ലണ്ടിൽ നിന്ന് താൻ അമേരിക്കയിലേക്ക് കടന്നു. പക്ഷേ ഈ സ്കോട്ട്ലൻഡ് യാർഡ് വീരന്മാർ എന്നെ പിടികൂടി. ചങ്ങാതി, എനിക്കിനി രക്ഷയില്ല. ഇവരിട്ടിരിക്കുന്ന ഈ പൂട്ട് തുറക്കാൻ എനിക്കാവില്ല. എൻ്റെ പ്രിയപ്പെട്ട റമ്മി നിസ്സംഗനായി പറഞ്ഞു. അക്ഷമരായ പോലീസുകാർ വർത്തമാനം മതിയാക്കി വരാൻ റമ്മിയുടെ ചുമലിൽ തട്ടി നിർബന്ധിച്ചു. ഉടനെയുള്ള ലണ്ടൻ ഫ്ലൈറ്റിന് പോകണം എന്ന് പറഞ്ഞ് അവർ തിടുക്കത്തിൽ റമ്മിയെയും കൂട്ടി അവർക്ക് പോകേണ്ട ബ്രിട്ടീഷ് എയർവേസ് ഫ്ലൈറ്റ് നമ്പർ 303 ടെർമിനലിലേക്ക് നടന്നു നീങ്ങി. ആൾക്കൂട്ടത്തിൽ മറയും വരെ റമ്മി തിരിഞ്ഞു നോക്കി. കൂച്ചുവിലങ്ങിട്ട് കൈകൾ ചലിപ്പിച്ച് യാത്ര പറയുന്നുണ്ടായിരുന്നു. എൻ്റെ മേൽവിലാസവും മറ്റും അയാളെ അറിയിക്കാൻ സാധിച്ചില്ലല്ലോ എന്ന് ഞാൻ പരിതപിച്ചു. അധികം കഴിയും മുമ്പ് ന്യൂയോർക്കിൽ നിന്ന് ലണ്ടനിലേക്കുള്ള ബ്രിട്ടീഷ് എയർവേസ് ഫ്ലൈറ്റ് 303 അരമണിക്കൂർ വൈകിയേ പുറപ്പെടുകയുള്ളൂ എന്ന അറിയിപ്പ് കേട്ടു. അപ്പോൾ തന്നെ എൻ്റെ ഫ്ലൈറ്റ് യഥാസമയം പുറപ്പെടാനുള്ള അറിയിപ്പും വന്നു. ലണ്ടനിലെ ഹീത്രൂ വിമാനത്താവളത്തിൽ ഞാൻ ഇറങ്ങിക്കഴിഞ്ഞ് ഏതാനും മിനിറ്റുകൾക്കുള്ളിൽ റമ്മിയുടെ ഫ്ലൈറ്റ് എത്തിച്ചേരും. അങ്ങനെ വന്നാൽ എനിക്ക് ഒരിക്കൽ കൂടി എൻ്റെ പഴയ ചങ്ങാതിയെ കാണാൻ കഴിഞ്ഞേക്കും എന്ന് ഞാൻ പ്രതീക്ഷിച്ചു. എൻ്റെ ഫ്ലൈറ്റ് കൃത്യസമയത്തിന് ന്യൂയോർക്കിൽ നിന്ന് പറന്നുയർന്നു. 7 മണിക്കൂർ നേരത്തെ സ്വച്ഛമായ യാത്രയ്ക്ക് ശേഷം അറ്റ്ലാന്റിക് മഹാസമുദ്രം താണ്ടി എൻ്റെ വിമാനം ഹീത്രൂവിൽ ഇറങ്ങി. റമ്മിയെയും കൊണ്ടുവരുന്ന ഫ്ലൈറ്റിന്റെ വരവറിയിച്ചപ്പോൾ ഞാൻ പെട്ടെന്ന് ചെക്കൗട്ട് ചെയ്യാൻ പുറപ്പെട്ടു. കസ്റ്റംസ് ക്ലിയറൻസ് കഴിഞ്ഞ് ഞാൻ എയർപോർട്ട് ബാൽക്കണിയിൽ കാത്തുനിന്നു. റമ്മിയുടെ വിമാനം വലിയ അലർച്ചയോടെ ഇറങ്ങി പതുക്കെ ഞരങ്ങി നിൽക്കുന്നത് ഞാൻ കണ്ടു. അടുത്ത ക്ഷണത്തിൽ ചാരനിറത്തിലുള്ള ഒരു മെർസിഡസ് കാർ പാർക്കിംഗ് ഏരിയയിൽ നിന്ന് മെല്ലെ ഫസ്റ്റ് ക്ലാസ് ക്യാബിന്റെ വാതിലിന് സമീപം എത്തി നിന്നു. ഏതോ പെരിയ VIP സ്വീകരിക്കാൻ എത്തിയതാണ് അതെന്ന് എനിക്ക് മനസ്സിലായി. പ്ലെയിനിന്റെ വാതിൽ തുറന്ന് പുറത്തേക്ക് ടോപ്പ് ഹാറ്റും സ്യൂട്ടും അണിഞ്ഞ ഒരു മനുഷ്യൻ ഇറങ്ങി. അയാളുടെ ടൈ പിന്നും കഫ് ലിങ്സും സൂര്യപ്രകാശത്തിൽ മിന്നിത്തിളങ്ങുന്നുണ്ടായിരുന്നു. അയാളോടൊപ്പം പുറത്തേക്ക് വന്ന ക്യാപ്റ്റനും പൈലറ്റും VIP ഉപചാരപൂർവ്വം വണങ്ങുന്നുണ്ടായിരുന്നു. ഞാൻ VIP സൂക്ഷിച്ചു നോക്കി. അമ്പരപ്പോടെ മനസ്സിലാക്കി, അതെ, അത് റമ്മിയായിരുന്നു. അയാളുടെ പിറകിലായി സ്കോട്ട്ലൻഡ് യാർഡിലെ പോലീസ് ഉദ്യോഗസ്ഥന്മാരും ഉണ്ടായിരുന്നു. നിമിഷ നേരത്തിനുള്ളിൽ റമ്മി എന്ന VIP കൊണ്ട് മെർസിഡസ് പുറത്തേക്ക് പാഞ്ഞു. ഞാൻ ഇന്ദ്രജാലം കണ്ടവനെ പോലെ സ്തംഭിച്ചു നിന്നുപോയി.
മുഷിഞ്ഞ വേഷവും കൈവിലങ്ങും ധരിച്ച റമ്മി എന്ന കുറ്റവാളിക്ക് ഈ കഴിഞ്ഞ 7 മണിക്കൂർ നേരത്തെ വിമാനയാത്രയ്ക്കിടയിൽ എന്തു മറിമായമാണ് ഉണ്ടായത് എന്ന ചോദ്യത്തിന് ഉത്തരം കിട്ടാതെ ഞാൻ ഏതാനും നാളുകൾക്കുള്ളിൽ ഇന്ത്യയിലേക്ക് മടങ്ങി. റമ്മിയുടെ നിഗൂഢ കഥയുടെ ചുരുളഴിയാൻ എനിക്ക് 8-9 മാസങ്ങൾ കാത്തിരിക്കേണ്ടി വന്നു. ഞാൻ വീണ്ടും അമേരിക്കയിൽ ഹോളിവുഡിൽ എൻ്റെ ഒരു തിരക്കഥ സിനിമയാക്കുന്നത് സംബന്ധിച്ചുള്ള ചർച്ചയ്ക്കായി പോയി. അവിടെ നിന്ന് ലാസ് വെഗാസിലെ ഒരു കസീനോയിൽ അല്പം ഗ്യാമ്പിളിങ്ങിന് സമയം കണ്ടെത്തി. എന്തൊരു യാദൃച്ഛികത! ഒറ്റ നോട്ടത്തിൽ ഒരു സിനിമാ നടിയാണ് എന്ന് തോന്നിപ്പിക്കുന്ന ഒരു ബ്ലോണ്ട് സുന്ദരിമൊത്ത് റമ്മി അടുത്ത ടേബിളിൽ. ഞങ്ങൾ പരസ്പരം നോക്കി. റമ്മി ഓടി വന്ന് എന്നെ കെട്ടിപ്പിടിച്ചു. ചോപ്സി, ചങ്ങാതി, താൻ ഇവിടെ? എൻ്റെ പരിപാടിയെക്കുറിച്ചൊക്കെ ഞാൻ ചുരുക്കത്തിൽ പറഞ്ഞൊപ്പിച്ചുവെങ്കിലും റമ്മിയുടെ കഥ കേൾക്കാനുള്ള എൻ്റെ ഉദ്വേഗം അയാൾക്ക് മനസ്സിലായതുപോലെ തോന്നി. അയാൾ ബ്ലോണ്ട് പെൺകുട്ടിയോട് എന്തൊക്കെയോ പറഞ്ഞു. അവൾ ഉടൻ തന്നെ സ്ഥലം വിട്ടു. ചോപ്സി, എനിക്കറിയാം എൻ്റെ കഥ കേൾക്കാനുള്ള തിടുക്കത്തിലാണ് താനെന്ന്. റമ്മി ഫ്ലൈറ്റ് നമ്പർ 303 തൻ്റെ കഥ വിസ്തരിക്കാൻ തുടങ്ങി. സ്തോഭജനകമായ ആ കഥയുടെ ചുരുക്കം ഇതാണ്. റമ്മി സ്കോട്ട്ലൻഡ് യാർഡ് അധികായന്മാരുടെ കൂടെ തൻ്റെ വിധിയെ പഴിച്ചുകൊണ്ട് അന്ന് ആ ഫ്ലൈറ്റിൽ കയറി. ഭക്ഷണം കഴിക്കാൻ നേരത്ത് മാത്രം അവർ കയ്യാമം അഴിച്ചു കൊടുത്തു. പൊതുവെ മര്യാദയോടെ പെരുമാറി. ഫ്ലൈറ്റ് 2-3 മണിക്കൂറോളം അറ്റ്ലാന്റിക്കിന് മുകളിലൂടെ ശാന്തമായി പറന്ന് കാണണം. ഇടയ്ക്ക് ക്യാപ്റ്റൻ കോക്പിറ്റിന് വെളിയിൽ വരുന്നത് കണ്ടു. അദ്ദേഹത്തിന്റെ ഒരു സ്നേഹിതനായിരിക്കണം ഒരാളുടെ കൂടെ വന്നിരുന്ന് വർത്തമാനം പറഞ്ഞുകൊണ്ടിരുന്നു. വീണ്ടും കോക്പിറ്റിൽ നിന്ന് 2 പേർ കൂടി പുറത്തു വന്നു. അവർ സഹ പൈലറ്റുമാരാണെന്ന് തോന്നി. അവർക്ക് വേണ്ട പാനീയങ്ങൾ കഴിച്ച് ഇടനാഴിയിൽ നിന്ന് സംസാരിച്ചു കൊണ്ടിരുന്നു. കുറച്ചു സമയം അങ്ങനെ പോയി. ഈ സമയം അത്രയും ഞാൻ അസ്വസ്ഥനായി ചുറ്റുപാടുകൾ വീക്ഷിച്ചുകൊണ്ടിരുന്നു. മറ്റു യാത്രക്കാർ മിക്കവരും ഉറക്കത്തിലാണ്. ചിലർ ലാപ്ടോപ്പുകളിൽ പരതിക്കൊണ്ടിരിക്കുന്നു. താനോ രക്ഷപ്പെടാനുള്ള എല്ലാ വാതിലുകളും അടഞ്ഞിരിക്കുന്ന അവസ്ഥയിലും. അപ്പോഴാണ് കോക്പിറ്റിൽ നിന്ന് 4മതൊരാൾ, അയാൾ നാവിഗേറ്റർ ആണെന്ന് തോന്നി, ഒരു പെൻസിലും പിടിച്ചുകൊണ്ട് പുറത്തു വന്നതും നല്ല ശബ്ദത്തിൽ കോക്പിറ്റിന്റെ വാതിലടഞ്ഞതും ഒരുമിച്ചായിരുന്നു. പിന്നെ എല്ലാം പെട്ടെന്നായിരുന്നു. റമ്മി പറഞ്ഞു നിർത്തി. എന്നിട്ട്? ഞാൻ എൻ്റെ ഉത്കണ്ഠ മറയ്ക്കാനാവാതെ ഉച്ചത്തിൽ ചോദിച്ചു. റമ്മി തുടർന്നു. പരിഭ്രമിച്ച നാവിഗേറ്റർ ഉള്ളിൽ കടക്കാൻ നോക്കി. വാതിൽ ലോക്കായിരിക്കുന്നു. തുറക്കാൻ സാധിക്കുന്നില്ല. പ്ലെയിൻ ഓട്ടോ പൈലറ്റിലായിരുന്നു. ക്യാപ്റ്റനും സഹ പൈലറ്റുമാരും എല്ലാം വാതിൽ തുറക്കാൻ ശ്രമിച്ചു. വിഫലം. അതിനിടയിൽ അറ്റ്ലാന്റിക്കിലെ അന്തരീക്ഷം മോശമായി വരുന്നതായി തോന്നി. പ്ലെയിൻ ഭയങ്കരമായി കുലുങ്ങി. ഉറങ്ങിയവർ ഉണർന്ന് പരിഭ്രാന്തരാകാനും സ്ത്രീകളും കുട്ടികളും മുറവിളി കൂട്ടാനും തുടങ്ങി. ഏറെ നേരത്തെ ശ്രമത്തിന് ശേഷവും വാതിൽ അടഞ്ഞു തന്നെ കിടന്നു. ഭീതിയും ആസന്നമായ അനിവാര്യ ദുരന്തം പേടിച്ച യാത്രക്കാരെയും ക്യാപ്റ്റൻ അടക്കമുള്ള വൈമാനികരെയും പരിഭ്രാന്തരാക്കി. ആ മുഹൂർത്തത്തിൽ സ്കോട്ട്ലൻഡ് യാർഡ് ഭീമന്മാർ എന്നെ സമീപിച്ചു. കാര്യം മനസ്സിലാക്കിയ ഞാൻ എനിക്ക് വേണ്ട പ്രതിഫലം എന്ത് എന്നവരെ മനസ്സിലാക്കി. അവർ ആലോചിച്ചു. ഞങ്ങൾ ഒരു ജെന്റിൽമാൻസ് എഗ്രിമെന്റിൽ എത്തി. വിലങ്ങുകൾ അഴിഞ്ഞു. എങ്കിലും എനിക്കും വളരെ ഉത്കണ്ഠയും ഭയവും ഉണ്ടായിരുന്നു. 300ഓളം യാത്രക്കാരുടെ ജീവൻ ത്രാസിലാണ്. എനിക്കതിന് കഴിഞ്ഞില്ലെങ്കിൽ എല്ലാവരുടെയും കഥ എന്താവും? താൻ വിജയിച്ചാൽ 100 കണക്കിന് യാത്രക്കാർ ജീവിക്കും. ജീവിതത്തിലേക്കും സ്വാതന്ത്ര്യത്തിലേക്കുമുള്ള തൻ്റെ വാതിലും അതോടെ തുറന്നു കിട്ടും. സ്കോട്ട്ലൻഡ് യാർഡ് ക്യാപ്റ്റനുമായി സംഭാഷണത്തിലേർപ്പെട്ടു. ഏതാനും നിമിഷങ്ങൾക്കകം ഇളകി മറിയുന്ന ജനങ്ങളെ ശാന്തരാക്കിയിട്ട് ക്യാപ്റ്റൻ എന്നെ എൻ്റെ വെല്ലുവിളി അഭിമുഖീകരിക്കാൻ അടഞ്ഞുകിടക്കുന്ന കോക്പിറ്റ് വാതിലിനടുത്തേക്ക് കൊണ്ടുചെന്നു. അതിനിടയിൽ വളരെ മാന്യമായി വേഷം ധരിച്ച ഒരു വൃദ്ധൻ എന്നെ സമീപിച്ചിട്ട് പറഞ്ഞു, മകനെ, ഈ കതക് തുറക്കാൻ നിനക്ക് കഴിഞ്ഞാൽ നീ അതിലൊരിക്കലും പശ്ചാത്തപിക്കേണ്ടി വരില്ല. ഇത്രയും പറഞ്ഞിട്ട് തൻ്റെ കോട്ട് പോക്കറ്റിൽ നിന്നും ഒരു ചെക്ക് ബുക്ക് എടുത്തിട്ട് എനിക്ക് ആവശ്യമുള്ള തുക പറയാൻ പറഞ്ഞു. കുഴങ്ങി നിന്ന എന്നെ നോക്കി അയാൾ വീണ്ടും പറഞ്ഞു, നിങ്ങളുടെ അറിവിലേക്ക് ഞാൻ പറയുകയാണ്, ഞാൻ ലഡ്വിഗ്, ലോകത്തിലെ ഏറ്റവും വലിയ ധനികരിൽ ഒരാളാണ്. $5 ലക്ഷം നിങ്ങൾക്ക് മതിയാകുമോ? ഡാനിയൽ ലഡ്വിഗ് 1982 ലോകത്തെ ഏറ്റവും വലിയ സമ്പന്നൻ എന്നറിയപ്പെട്ട വ്യവസായ പ്രമുഖനാണ്. ഞാൻ അറിയാതെ തലയാട്ടിപ്പോയി. എന്നിട്ട് അടുത്തു നിന്ന ഒരു പെൺകുട്ടിയോട് അവളുടെ ഹെയർ പിൻ ആവശ്യപ്പെട്ടു.
നിർനിമേഷരായി നിൽക്കുന്ന ആളുകളെ വകഞ്ഞു മാറ്റി ഞാൻ വാതിലിന്റെ ലോക്ക് പരിശോധിക്കാൻ മെല്ലെ കുനിഞ്ഞു. ലോക്ക് അത്ര എളുപ്പം മെരുങ്ങുന്ന ഒന്നായിരുന്നില്ല. പക്ഷേ 5 മിനിറ്റ് നേരത്തെ പരിശ്രമത്തിനൊടുവിൽ വാതിൽ ക്ലക്ക് എന്ന ശബ്ദത്തോടെ തുറന്നു. ഹാവൂ! റമ്മിയുടെ കഥ കേട്ട് ഞാൻ ഉറക്കെ ആശ്ചര്യപ്പെട്ടു. അയാൾ തുടർന്നു. ചോപ്സി, അവിടെ നടന്ന കയ്യടിയും കോലാഹലവും മിനിറ്റുകൾ നീണ്ടു. ക്യാപ്റ്റനും കൂട്ടരും എനിക്ക് അഭിവാദ്യം തന്നിട്ട് ഓട്ടോ പൈലറ്റിലായിരുന്ന ഫ്ലൈറ്റിന്റെ നിയന്ത്രണം ശരിയായ നിലയിൽ കൊണ്ടുവന്നു. മിസ്റ്റർ ലെഡ്വിഗ് ഉടൻ തന്നെ $500,000 ചെക്ക് എന്റെ കയ്യിൽ തന്നു. മറ്റൊരാൾ അയാളുടെ വിലയേറിയ ഒരു ടോപ്പ് ഹാറ്റ് എന്നെ അണിയിച്ചു. വേറെ ഒരു മാന്യൻ അയാളുടെ മനോഹരമായ ഒരു സൂട്ട് എനിക്ക് അണിയുവാൻ തന്നു. മറ്റൊരാൾ അയാളുടെ ടൈ പിന്നും. ഇനിയും ഒരാൾ അയാളുടെ ഡയമണ്ട് കഫ്ലിങ്സും എനിക്ക് പാരിതോഷികമായി തന്നു. സ്കോട്ട്ലൻഡിയൻ വീരന്മാരിൽ ഒരുത്തന്റെ കയ്യിലിരുന്ന കയ്യാമത്തിലേക്ക് ഞാൻ ഒളികണ്ണിട്ട് നോക്കിക്കൊണ്ട് തന്നതെല്ലാം സസന്തോഷം വാങ്ങി. എന്നെ അത്ഭുതപ്പെടുത്തിയ മറ്റൊരു കാര്യം, കോക്പിറ്റിന്റെ വാതിലടഞ്ഞപ്പോൾ ഏറ്റവും കൂടുതൽ അലമുറയിട്ട ഒരു അമേരിക്കൻ വൃദ്ധ എന്റെ അടുത്തെത്തി 2 കവിളിലും മാറി മാറി ചുംബിച്ചു. എന്നിട്ട് അവർ ആഹ്ലാദത്തോടെ പറഞ്ഞു, ഹീത്രൂവിൽ നിങ്ങൾ ഇറങ്ങുമ്പോൾ നിങ്ങളെ കാത്ത് എന്റെ ബെൻസ് അവിടെ ഉണ്ടായിരിക്കും. ആ കാർ ഇനി നിങ്ങളുടേതാണ് എന്ന് അവർ എന്നെ അറിയിച്ചു. ചോപ്സി, ഞാൻ അത്ഭുതം കൊണ്ട് കണ്ണു തള്ളി നിന്നുപോയി. റമ്മി കഥയുടെ ഭരതവാക്യത്തിലേക്ക് കടക്കുകയായിരുന്നു. എങ്കിലും പിന്നെയും ഞാൻ ജിജ്ഞാസയോടെ ചോദിച്ചു, എന്നിട്ട് എന്താകാൻ? ഞാൻ വാഷ്റൂമിലേക്ക് പോയി എനിക്ക് കിട്ടിയ പുതിയ വേഷമൊക്കെ അണിഞ്ഞു. ഹീത്രൂവിൽ വിമാനമിറങ്ങുമ്പോൾ ഷ്രോഫർ ഡ്രിവൺ ബെൻസ് കാറിൽ യാത്ര ചെയ്യേണ്ടതല്ലേ? അതിനനുസരിച്ച് ഒരുങ്ങി. റമ്മി പറഞ്ഞു നിർത്തി. വിധിയുടെ വിളയാട്ടം. ഫ്ലൈറ്റ് 303 ക്യാപ്റ്റന്റെ ക്യാബിൻ ഡോർ അടഞ്ഞ സാഹചര്യം കേവലം യാദൃച്ഛികമായിരുന്നോ? ഏതായാലും അതായിരുന്നു റമ്മിയുടെ രക്ഷാവാതിൽ തുറക്കാനുള്ള നിമിത്ത താക്കോൽ. ഫ്ലൈറ്റ് 303 എന്ന സുനിൽ ചോപ്രയുടെ ഈ കഥ നിങ്ങൾ ആസ്വദിച്ചു എന്ന് കരുതട്ടെ. സെക്യുലറിസം, ഹ്യൂമർ, സർക്കാസം, പൊയറ്റിക്കൽ ബ്യൂട്ടി ഇവയൊക്കെയാണ് ഖുശ്വന്ത് സിംഗിന്റെ രചനകളുടെ സവിശേഷത. അതുകൊണ്ട് തന്നെ അദ്ദേഹം തിരഞ്ഞെടുക്കുന്ന കഥയിലും ഇതൊക്കെ കാണാം. എ ഫൈൻ സ്റ്റോറി വിത്ത് എ ഗുഡ് ട്വിസ്റ്റ് എന്നാണ് അദ്ദേഹം ഫ്ലൈറ്റ് 303 എന്ന ഈ കഥയെക്കുറിച്ച് പറഞ്ഞത്. കഥ വായനയ്ക്ക് ശേഷം നമ്മുടെ മനസ്സിലും അതുതന്നെയാണ് തോന്നുക. കഥ കേട്ടിരുന്ന നിങ്ങൾക്കും അത് അനുഭവിക്കാനായി എന്ന് ഞാൻ വിശ്വസിക്കുന്നു. അഭിപ്രായങ്ങൾ അറിയിക്കുന്ന ഒപ്പം തന്നെ കഥകൾ ഷെയർ ചെയ്ത് കൂടുതൽ പേരിലേക്ക് എത്തിക്കുമല്ലോ. ആദ്യമായി നമ്മുടെ ചാനലിൽ എത്തുന്നവർ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യണേ. മറ്റൊരു സെഗ്മെന്റുമായി നമുക്കിനി അടുത്ത ആഴ്ച വീണ്ടും കാണാം.